എനിവേ തംനെയിലും ഇൻട്രൊഡക്ഷൻസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഒരു ധാരണ എത്തി എങ്ങോട്ടും ഒരു യാത്രയിലാണെന്നും എവിടേക്കാണെന്നും. ഞാൻ ഇറങ്ങിയ സമയത്ത് ഇത്രയും മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു ഈ മഴയത്ത് പോകാൻ. പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഈ മഴയത്തൊക്കെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല. ചില ആളുകളുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മഴ പെയ്ത് അപ്പം കിടന്നുറങ്ങണം. എനിക്കങ്ങനെ അറിയത്തേയില്ല. ഞാൻ മഴയത്ത് കിടന്നുറങ്ങാറേയില്ല. ഭയങ്കര വല്ലപ്പോഴും എങ്ങാനും മാത്രമേ ഞാൻ അങ്ങനെ ഉറങ്ങാറുള്ളൂ കേട്ടോ. മഴയത്തേന് ഉറങ്ങുന്ന പരിപാടിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം. ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോയാലും അതിൻ്റേതായ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മഴ നിന്നു കേട്ടോ. ബാക്കി അത്രയും പോർഷനിൽ ഭയങ്കരമായിട്ട് കാർമേഘം ഇങ്ങനെ ഇരുണ്ട് കറുത്തൊക്കെ ഇരിക്കത്തില്ലേ, കാർമേഘം എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ. എനിവേ പോകുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു കാഴ്ചയാണിത്. കപ്പലും ഇതൊക്കെ കുറേ തവണ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ ഇതൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്ളോഗ് എടുക്കുമ്പോഴാണല്ലോ പലപ്പോഴും നമ്മൾ പല പല കാര്യങ്ങളിങ്ങനെ റിയലൈസ് ചെയ്യും. നമ്മൾ കണ്ട പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നത്. ഈ മഴയത്തൊക്കെ ഇങ്ങനെ വീട്ടിലടച്ചിരിക്കാണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങണം എന്ന് വെച്ചിട്ട് വെള്ളത്തിലും ഒക്കെ പോയി വീഴാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യണം ഈ മഴയെ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസം കൊണ്ടേ ഞാനിങ്ങനെ ആലോചിക്കുന്നത് നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയാലോ എന്ന്. പോകുന്ന വഴിക്ക് നല്ലപോലെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഈ ബീച്ചിൻ്റെ സൈഡിലുള്ളവർ എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കുന്നതെന്ന്. കാര്യം ജസ്റ്റ് ഒന്ന് വെള്ളപ്പൊക്കം വന്നാൽ അവർ മുങ്ങൂലേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. എനിവേ പോകുന്ന വഴിക്ക് കടൽ ഇങ്ങനെ കിടന്നിട്ട് എനിക്ക് പേടിപ്പിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് നല്ല പേടി വന്നു. കാര്യം ഭയങ്കരമായിട്ടിങ്ങനെ എന്താ പറയുക, കണ്ടോ അങ്ങനെ നമ്മളെ പേടിപ്പിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര തിരയാണ്. അപ്പോൾ ഇപ്പം കടലിലൊക്കെ പോകാൻ ഞാൻ പറയില്ല, കാര്യം പോയി വീണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ പോകാൻ ശ്രമിക്കുക. എനിക്ക് പക്ഷേ ഭയങ്കര ആഗ്രഹമായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് പോയാൽ കൊള്ളാമെന്ന്. പിന്നെ അതുമല്ല, നമ്മൾ ഈ ഭയങ്കരമായിട്ടുള്ള ക്ലാസ്സും എക്സാമും അതേപോലെ കുറേ ചില്ലറ കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഭയങ്കര നേച്ചേഴ്സ് ഹീൽസ് എവറിത്തിങ് എന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് നേരം ഇങ്ങനത്തെ ബീച്ച് സൈഡിലും അതുപോലത്തെ ഇങ്ങനത്തെ കുറച്ച് ഡെസ്റ്റിനേഷനുകളിലൊക്കെ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത സന്തോഷമുണ്ട്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സമാധാനമാണ്. അത് കൂടെ ആൾക്കാരുണ്ടെങ്കിൽ വേറൊരു തരത്തിലുള്ള എൻജോയ്മെൻറ്റാണ്. നമ്മൾ 1-2 പേരായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കാമെന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മിണ്ടാണ്ട് ഈ വക സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഭയങ്കര റിലാക്സ്ഡ് ആവും നമ്മൾ കേട്ടോ. കടലിലൊന്നും ഇറങ്ങാനൊന്നും ഞാൻ പോയില്ല, കാര്യം ഇത്രയും ഭയങ്കര നമ്മളെ തിന്നാൻ വരുന്ന രീതിയിൽ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചു വേണ്ട അങ്ങോട്ട് പോകണ്ട എന്ന് കരുതി. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും ആ ഒരു വീഡിയോ കൂടെ ഇന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട ആ വീഡിയോ ഞാൻ എടുത്തിരുന്നു. എനിക്കപ്പോൾ എല്ലാം മറ്റേ പാട്ടൊക്കെ ഓർമ്മ വന്നു. ഫഗദ് ഫാസിലിൻ്റെ, എനിക്ക് ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് വരില്ല. പല്ലിൽ കമ്പിയിട്ട് ആക്ച്വലി അത് ചില വാക്കുകളൊന്നും ഇപ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല. എനിവേ, ആ ആളുടെ ഒരു പടം ഉണ്ടല്ലോ, അതിനകത്തിൽ ഇങ്ങനെ ബീച്ച് സൈഡിലൊരു പാട്ടുണ്ട്. ഞാൻ പാടിക്കഴിഞ്ഞാൽ കൊള്ളാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പാടുന്നില്ല. നമ്മൾ ലൈറ്റ് ഹൗസിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ലൈറ്റ് ഹൗസിൽ ടൈം 6 മണി വരെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചുമ്മാ വെറുതെ ഈ കടൽ നോക്കിയിരിക്കാനും ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു സമയം. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ മാത്രമല്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വന്ന ഓരോ വ്യക്തികളും ഇങ്ങനെ തന്നെയാണ്. കാര്യം എല്ലാവർക്കും ഓരോ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മറക്കാൻ പറ്റുന്ന, നമുക്ക് വേണ്ടി സമയം റിയലൈസ് ചെയ്യാൻ പറ്റുന്ന എക്സാക്ട്ലി അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈമാണിത്. പിന്നെ കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടോട്ടോ, ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഇനിയും പോവും. നിങ്ങളൊക്കെ പോകണം. ശരിക്കും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം എന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ എന്ത് സമയം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും ആ ടൈം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. എനിവേ, നേച്ചർ എല്ലാം ഹീൽ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണിത്. നല്ല രസമായിരുന്നു. എന്താ പറയുക, ഓരോ പോർഷനിലും മണൽ വാരിയിട്ടാണ് എനിക്ക് ബ്ലാക്ക് കളർ, പിന്നെ ആകാശം, പിന്നെ വൈറ്റ് കളർ. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇറങ്ങി. പിന്നെ നമ്മളെ ലൈഫ് ഗാർഡ്സ് സമ്മതിക്കില്ല, എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങി. ശരിക്കും ഒരു ബീച്ച് തെറാപ്പി കിട്ടിയ കണക്ക് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഭയങ്കര മൈൻഡ് മാറി, എല്ലാവർക്കും റിലാക്സ് ആയെന്ന് തോന്നുന്നു. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ബൈ, സീ യു.